പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിട്ടുള്ള ഈ നല്ല സന്ധ്യാസമയത്തിന് കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നീ കൂട്ടിവരുത്തിയ ജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തിരുഹിത പ്രകാരം ഞങ്ങൾക്ക് നൽകിയ നല്ല സാഹചര്യത്തിനായി, സാവകാശത്തിനായി സ്തോത്രം. നിന്റെ കൃപയ്ക്കായിക്കൊണ്ട് സ്തുതിക്കുന്നു. കർത്താവെ, നീ ഇത് കൂട്ടിവരുത്തിയ ജനത്തിനായി സ്തുതിക്കുന്നു. തിരുവഴുത്തുകളെ ധ്യാനിപ്പം കർത്താവ് സഹായിച്ചാട്ടെ. ഇനി ഒരുപാട് ജനത്തെ കർത്താവ് കൂട്ടിവരുത്തുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ജനത്തിൻ്റെ ശബ്ദം കടന്നേലുന്ന ഓരോ ജനത്തിൻ്റെ ചെവികളെയും ഹൃദയങ്ങളെയും കർത്താവ് പരിശോധന ചെയ്ത് നിന്റെ പ്രായശ്ചിത്ത രക്തം കൊണ്ട് സാങ്ക്ടിഫൈ ചെയ്ത് അവരുപയോഗിക്കുന്ന ഉപകരണങ്ങളെയും കർത്താവ് നിന്റെ രക്തം കൊണ്ട് സാങ്ക്ടിഫൈ ചെയ്യുകയാണ്. ഗ്രഹിപ്പാൻ കൃപ നൽകിയാട്ടെ. പരിസരങ്ങളെ നിന്റെ പ്രായശ്ചിത്ത രക്തത്താൽ ശുദ്ധീകരിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. താങ്ക് യു. സ്തോത്രം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച വിഷയങ്ങളായിരുന്നു റോമാലേഖനത്തെ ആസ്പദമാക്കിക്കൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഉപദേശം. ഈ മെയിൻ ഹെഡിങ് നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചിന്തയിൽ നിന്ന് മാറിപ്പോകരുത്. ഒരു ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്തു എന്നോ, കുറച്ച് പുതിയ പോയിന്റുകൾ മനസ്സിലാക്കിയെന്നോ, കുറച്ച് നോട്ടുകൾ എഴുതാമെന്നോ ഇതുകൊണ്ടൊന്നും ആയില്ല. എൻ്റെ വിശ്വാസം ദൈവവചനപ്രകാരം അടിസ്ഥാനമുള്ളതാണോ? ഞാൻ യഥാർത്ഥ ദൈവസഭയുടെ ഒരു ഭാഗമാണോ അല്ലയോ എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യുവാനും, അല്ല എന്ന് തോന്നുമെങ്കിൽ വ്യാജം അതിനെ ഇടിച്ചു കളഞ്ഞുകൊണ്ട് യഥാർത്ഥമായതിനെ മുറുകെ പിടിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥനയോടുകൂടെ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഇത് ലൈവായിട്ട് കേൾക്കുന്നവരായിക്കോട്ടെ, യൂട്യൂബിൽ കൂടെ റെക്കോർഡ് ചെയ്ത് മെസ്സേജ് കേൾക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾക്ക് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ ഇതാണ് യഥാർത്ഥ മാർഗം, ഇത് മുറുകെ പിടിച്ചു എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പ്രേരണ തരുന്നുവെങ്കിൽ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, നിത്യമായ ജീവന് വേണ്ടിയിട്ട് അത് അങ്ങനെ തന്നെ അംഗീകരിക്കുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പല കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ഇപ്പോൾ ഒരു 3-4 ക്ലാസ്സുകളായിട്ട് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ഇത് 29ാമത്തെ ക്ലാസ്സാണ്. നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവസഭയ്ക്കകത്ത്, അതായത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മുഖാന്തരം ഫ്രീ ജസ്റ്റിഫിക്കേഷൻ, സൗജന്യമായ നീതീകരണം പ്രാപിച്ച ഒരു വ്യക്തിയുടെ ദൈവസഭയ്ക്കകത്തുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കും. കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിനേക്കാളും മുൻപുള്ള 3 ക്ലാസ്സുകളിൽ, അതായത് 26, 27, 25, 26, 27 പൊതുവായിട്ട് കോമൺ ഇടങ്ങളിൽ നമ്മുടെ പെരുമാറ്റം, അതായത് വീണ്ടും പറയുന്നത് ക്രിസ്തുവേശുവിലുള്ള വിശ്വാസം മുഖാന്തരം ലഭിച്ചതായ സൗജന്യമായ നീതീകരണം, ഞാൻ ക്രിസ്തുവിലാണെന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ കൂടെ എക്സ്പ്രസ് ചെയ്യുന്നത് പൊതുസ്ഥലത്ത് എങ്ങനെയായിരുന്നു ഉള്ള കാര്യമായിരുന്നു നമ്മൾ റോമാലേഖനത്തിൻ്റെ 12ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങളിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 4-5 വാക്യങ്ങൾ, 3, 4, 5 വാക്യങ്ങൾ. സഭയ്ക്കകത്ത് എൻ്റെ പെരുമാറ്റത്തിൽ എങ്ങനെയായിരിക്കും എൻ്റെ റൈഷ്യസ് ലിവിങ്, അല്ലെങ്കിൽ നീതിനിഷ്ഠമായ ഈ സൗജന്യമായി ലഭിച്ച ക്രിസ്തുവേശുവിലുള്ള വിശ്വാസം മൂലം സൗജന്യമായി ലഭിച്ച നീതീകരണത്താൽ എന്നിൽ നിന്ന് പുറത്തു വരുന്നതായിട്ടുള്ള പ്രവൃത്തി എങ്ങനെയുള്ളതാണ് എന്ന് എനിക്ക് തന്നെ മനസ്സിലാക്കിയെടുക്കുന്നതാണ് ഈ വിഷയം. സ്തോത്രം. അപ്പോൾ ഇത് വളരെ വളരെ ആഴത്തിൽ മനസ്സിലാക്കി ഇത് കേൾക്കുന്ന സമയത്ത് നമ്മളിൽ നിന്ന് അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് അല്ല വരുന്നതെങ്കിൽ വ്യാജമായതിനെ നീക്കിക്കളയാൻ മനസ്സുറപ്പിക്കുക. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. വീണ്ടും പറയുന്നു, ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ സൗജന്യമായ നീതീകരണമാണ് റോമാലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം വളരെ വ്യക്തമായി പറയുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുകയാണ്. Whoever believe in him, ബിലീവ് എന്ന വാക്കിന്റെ അർത്ഥം അവന്റെ ശക്തിയിലും ജ്ഞാനത്തിലും അവന്റെ ഗുഡ്നെസ്സിലുമുള്ള ആശ്രയം. അവന്റെ സെൽഫ് റൈഷ്യസ്നെസ് അല്ല, അവന്റെ സ്വയ നീതീകരണമല്ല, ക്രൂശിൽ
അവന് പകരമായിട്ട് ക്രിസ്തു നിവർത്തിച്ച നീതീകരണം, ആ റൈഷ്യസ്നെസ് അവന് ഫ്രീ ആയിട്ട് ദൈവം കണക്കിടും. അവനെ മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതുപോലെ നീ അവനെ വസിക്കുകയാണെങ്കിൽ നിനക്കും അതുപോലെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കുമെന്ന് ചുരുക്കം പറഞ്ഞാൽ, അതിൻ്റെ ആ സൗജന്യമായ നീതീകരണം എന്നിൽ ഉണ്ട്. ഞാൻ വിശ്വസിച്ചിരിക്കുന്ന വിശ്വാസം ശരിയാണെന്ന് അറിയുന്നത് ഒരു എന്താ പറയുക, ഒരു റെസിപ്രോക്കൽ രീതിയിൽ നാം ചിന്തിച്ചു കഴിഞ്ഞാൽ എന്നിൽ നിന്ന് വരുന്ന ഔട്ട്കം ഈ പഠിക്കുന്ന വിഷയങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ശരിയല്ല എന്ന് തോന്നുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ഏതാണ്? ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് യഥാർത്ഥ ക്രിസ്തുവിലല്ല, അല്ലെങ്കിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്ന രീതി ശരിയായ രീതിയിലല്ല. പെന്തക്കോസ്ത് ഗോളത്തിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻഡത്തിൽ തന്നെ 99% ഹിസ്റ്റോറിക്കലായ ഒരു നോളജിലാണ് വിശ്വസിച്ചിരിക്കുന്നത്. മിക്കവാറും ദേവദാസന്മാർ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്, ബൈബിൾ കോളേജ് പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. പേഴ്സണൽ എക്സ്പീരിയൻസ് ഇല്ല. അവൻ സൃഷ്ടിതാവായിരുന്നു, അനാദി ദൈവമായിരുന്നു. ഇങ്ങനെ എല്ലാ കാര്യങ്ങൾ പഠിച്ച് എല്ലാ കാര്യം മാനിച്ച് അതിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായിട്ട് അവതരിച്ചു. മനുഷ്യന്റെ ശരീരത്തിലുള്ള പ്രാണനും ആത്മാവിലുള്ള ശിക്ഷയൊക്കെ സ്വയമായി ഏറ്റെടുത്ത് മനുഷ്യപകരമായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. മഹിമയുടെ വലത്തു ഭാഗത്തിരിക്കുന്നു. തനിക്ക് വേണ്ടിയുള്ളവരെ വേർക്കാൻ വേണ്ടി വീണ്ടും വരുമെന്നുള്ളൊരു വിശ്വാസം അത് അംഗീകരിച്ചു. പിശാചുക്കളും അത് അംഗീകരിക്കുന്നു. അതല്ല വിശ്വാസം. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ അവനെ സ്വീകരിച്ച് അവൻ്റെ ഗുഡ്നെസ്സിൽ, അവൻ്റെ ശക്തിയിൽ, അവൻ്റെ ജ്ഞാനത്തിൽ ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുന്നതാണ് വിശ്വാസം. അതല്ല എന്ന് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ കൂടെ വ്യക്തമാകുന്നുവെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തെ ട്യൂൺ ചെയ്യുക, പെർഫെക്റ്റ് ചെയ്യുക. വ്യാജമാതിനെ മുറുകെ പിടിച്ചിട്ട് ഒരു കാര്യമില്ല. ഇന്ന് ദുഃഖിക്കേണ്ടി വന്നാൽ കുഴപ്പമില്ല. നിത്യമായ ദുഃഖത്തിലേക്ക് പോകേണ്ടി വന്നാൽ വലിയ നഷ്ടമാണ്. ഹല്ലേലൂയ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ നാം ചിന്തിച്ചത് സോഷ്യൽ കാര്യങ്ങൾ. അതാണ് നിങ്ങളുടെ ശരീരങ്ങളെ ബുദ്ധിയുള്ള ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് പറയുന്നത്. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായിട്ട് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള കാലഗതിക്ക് അനുസരിച്ച് അനുരൂപമാകാതെ ആത്മീയ ഗോളത്തിലുള്ള കാലഗതി തന്നെ ഇന്ന് മെറ്റീരിയൽ ഈ പ്രോസ്പെരിറ്റി തിയോളജി, പ്രവാചകന്മാരുടെ ഒഴുക്ക്, കള്ളപ്രവാചകന്മാരുടെ ഒഴുക്ക് ഇന്ന് ക്ലാസ് നാം ചിന്തിക്കുന്നത് ഇത്തരത്തിലുള്ള കാലഗതിക്കനുസരിച്ച് അനുരൂപമാകാതെ ആത്മീയ ഗോളത്തിൽ പെന്തക്കോസ്ത് പ്രസ്ഥാനം അല്ലെങ്കിൽ പെന്തക്കോസ്ത് വിശ്വാസം, പെന്തക്കോസ്തിന്റെ ശക്തി കേരളത്തിൽ ഒരു 1919 നൂറ്റാണ്ടിന്റെ ആരംഭത്തിലേക്ക് വളരെ ശക്തിയോടുകൂടെ പ്രബലപ്പെട്ടു. ദൈവവചനം ഉറപ്പിച്ചു. ജീവനുള്ള ക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തിയെ വെളിപ്പെടുത്തി. അതിൽ നിന്നൊക്കെ മാറി കാലങ്ങൾ ഒരു 60-70 വർഷങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ കാലഗതി മാറി. ചർച്ചിനകത്തല്ല ക്രിസ്തു, ചർച്ച പുറത്താണ്, വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. അങ്ങനെയുള്ള കാലഗതിക്ക് അനുസരിച്ച് ഒഴുകിപ്പോകാതെ, അതാണ് മീനിങ്ങിന്റെ അർത്ഥം. ഈ ലോകത്തിന് അനുരൂപമാകാതെ ഇനി മുന്നോട്ട് പോകും, ഇതിനേക്കാളും വഷളാകും. ഞാൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമ്പോൾ എന്റെ സിറ്റുവേഷൻ വരും. അപ്പോൾ ഈ കാലഗതിക്കനുസരിച്ച് പോകുന്ന വിഷയം, ഇതൊക്കെ വളരെ ഡീപ്പായിട്ട് ചിന്തിക്കേണ്ട വിഷയമാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ ഞാൻ എവിടെ ആയിരിക്കുന്നു? ഇനി വേണമെങ്കിൽ മറ്റാരോടും കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭ എങ്ങനെയായിരുന്നുള്ള ചിന്തിക്കുന്ന വിഷയങ്ങളാണ് അപ്പോസ്തല പ്രവൃത്തി തുടങ്ങിയ ലേഖനങ്ങളിലൊക്കെ എഴുതിയിരിക്കുന്നത്. അത് സ്വയമായിട്ട് വായിച്ചും ഒരു സമർപ്പണമുണ്ടെങ്കിൽ ദൈവഹിതപ്രകാരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൈവ നിയന്ത്രണമുള്ളതായ ദേവദാസന്മാരുടെ അടുത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കും, അല്ലെങ്കിൽ ദേവദാസന്മാരെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരും. ഒന്നും വേണ്ട, നിങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിന് ആത്മാവ് മന്ത്രിച്ചുകൊണ്ട് നിങ്ങളെ നേരായ വഴിക്ക് നടത്തി തരും. നിങ്ങളുടെ സമർപ്പണത്തിനനുസരിച്ചിരിക്കുക. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു നോക്കിയാണ്. സ്തോത്രം. അതിനുശേഷം നമ്മൾ 3-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ ചിന്തിച്ചു തുടങ്ങിയാണ് ചർച്ചിന് അകത്ത് ഉള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കണം. ഇത് 12-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം വരേക്കും പോകേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അതിൻ്റെ 3-ാമത്തെ വാക്യം ഒന്നുകൂടിയും ആ ഹെഡിങ് പോലെ ഒന്ന് ഓർത്തതിന് ശേഷം നമുക്ക് അടുത്ത വിഷയം ചിന്തിക്കേണ്ടത്, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ. ഇപ്പൊ നമ്മൾ ചിന്തിച്ച ഒരു ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്. ഓരോ അവയവങ്ങൾക്കും ഡിഫറെന്റ് പ്രവൃത്തികളാണ്.
എന്നാൽ ഒരു അവയവം പോലും അതിനു വേണ്ടിയല്ല സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, മറ്റ് അവയവങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ്. ഏതൊരു അവയവം ആയിക്കോട്ടെ, ശരീരത്തിൽ നിന്നല്ലാതെ അതിന് ജീവനില്ല. അതിൻ്റെ ആക്ച്വൽ ഫങ്ഷൻ ചെയ്യാൻ സാധ്യമല്ല. അത് സെപ്പറേറ്റായി മാറി നിന്ന് എന്താ 2 ദിവസത്തിനുള്ളിൽ ചീഞ്ഞ് നാറി അത് ചത്തുപോകും. ഒരുത്തൻ എത്ര വലിയവനായാലും എത്ര ഭക്തിയുള്ളവനായാലും ക്രിസ്തുവിനോട് വളരെ അടുത്ത് നിൽക്കുന്നവനാലും മലയെ നീക്കാനുള്ള വിശ്വാസമുള്ളവനായിട്ടാലും നിനക്ക് തന്നിരിക്കുന്നത് നിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് നടക്കാനല്ല, മറ്റുള്ള അവയവങ്ങളെ ശുശ്രൂഷിക്കാനുള്ള ഈ ഉൾബോധം നല്ലവണ്ണം ഹൃദയത്തിലുണ്ടായിരിക്കണം. ഓരോരുത്തരും അളവെന്ന് തന്നിരിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, ശരീരമാവുന്ന ക്രിസ്തുവിന്റെ ശരീരമാവുന്ന സഭയെ മറ്റ് അവയവങ്ങളെ പരിപാലിക്കുവാൻ വേണ്ടിയാണെന്നുള്ളത് നല്ലവണ്ണം ഉള്ളിൽ കരുതിയിരിക്കണം. എന്നാൽ മാത്രമേ അടിസ്ഥാനമായി നീ വിശ്വസിച്ചതിന്റെ ഗുണം നടക്കുകയുള്ളൂ. അതിനകത്ത് തന്നെ നിനക്ക് തന്നിരിക്കുന്നത് എന്താണോ അതിനകത്ത് കറപ്ഷൻ വരാതിരിക്കാൻ, അതിനകത്ത് കീടം വരാതിരിക്കാൻ, അതിനകത്ത് പുളിപ്പ് വരാതിരിക്കാൻ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം വളരെ വ്യക്തമായി നിനക്കുണ്ട്. വലിയ ഉത്തരവാദിത്തം നിനക്കുണ്ട്, ഓരോ വ്യക്തിക്കുമുണ്ട്. അപ്പോൾ എൻ്റെ സാമൂഹിക ഇടപാടുകൾ, എൻ്റെ വ്യക്തിപരമായ ജീവിതം, എൻ്റെ പരസ്യമായ ജീവിതം, രഹസ്യമായ ജീവിതം, എൻ്റെ കൊടുക്കൽ വാങ്ങൽ, ഏതെങ്കിലും വിധത്തിലെ അനന്യാസും സഫീറയെ പോലെ വല്ലതും എൻ്റെ ഉള്ളിൽ കടന്നു വന്നിട്ടുണ്ടോ വരുന്നുണ്ടോ എന്ന് അവനവൻ നോക്കണം. പത്രോസിന്റെ ഡ്യൂട്ടി അല്ല അത്. അവനവൻ സൂക്ഷിച്ചിരുന്നെങ്കിൽ, സഫീറയും അനന്യാസും സൂക്ഷിച്ചിരുന്നെങ്കിൽ അവർക്ക് ചത്തുവീഴേണ്ട കാര്യമില്ലായിരുന്നു. ദൈവസഭയിൽ ആദ്യമായിട്ട് നടന്ന മരണം അതാണ്. അവനവൻ സൂക്ഷിച്ചിരുന്നെങ്കിൽ, സേറ്റാൻ കള്ളമായിട്ട് അവരുടെ ഉള്ളിൽ കടന്നു. ആ വസ്തുവക അവിടെയായിരുന്നു. വിറ്റില്ലെങ്കിൽ ആരും ഒന്നും പറയില്ലായിരുന്നു. വിറ്റ് മൊത്തത്തിൽ എടുത്തു വെച്ചെങ്കിലും കുഴപ്പമില്ലായിരുന്നു. അല്പമൊന്ന് മാറ്റിവെച്ചു. എന്തായി? അവർക്ക് മരണഹേതുവായി തോന്നുന്നത്. അവർക്ക് നൽകിയിരുന്ന ആ ടാലന്റ് അവർ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തായി? പത്രോസ് കയറി ഇടപെടേണ്ടി വന്നു. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അത്ര സീരിയസ് ആയ ഒരു വിഷയമാണ് ചർച്ച് ഓഫ് ക്രൈസ്റ്റിന്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഓരോ അവയവത്തിനും അതിൻ്റെതായ ഉത്തരവാദിത്തമുണ്ട്. പാസ്റ്ററിനല്ല ഉത്തരവാദിത്തം, പാസ്റ്ററിനും അതിനുണ്ട്. പാസ്റ്ററിനെ വെച്ചിരിക്കുന്ന ഏത് അവയവമായിട്ടാണോ അതിൻ്റെ ഡ്യൂട്ടി അത് ചെയ്യുന്നു. അപ്പോൾ ഈ ക്രിസ്ത്യൻ ചർച്ച് നമ്മൾ താഴോട്ട് വായിക്കാൻ പോകുന്നത് ഓരോരോ കൃപകളും കൃപാവരങ്ങളെ കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കരിക്കാൻ ഈ ആത്മീയ കൃപാവരങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പൊ ഞാൻ ഒന്നിനും അറിയിച്ചേണ്ട കാര്യം എന്നല്ല, നിനക്ക് എല്ലാത്തിനും ഉണ്ട്. എല്ലാവർക്കും ഏതെങ്കിലും ഒരു അവയവമാണ്. ഒരു അവയവം അല്ലാതെ നീ ക്രിസ്തുവിനല്ല. ക്രിസ്തുവിലാണോ, ക്രിസ്തുവിനോട് ചേരുവാനാണോ സ്നാനപ്പെട്ടിരിക്കുന്നത് എങ്കിൽ ഒരു അവയവം തന്നെയാണ്. സ്തോത്രം. അതൊരു പക്ഷെ പ്രത്യക്ഷമായിട്ട് കാണുന്നില്ലായിരിക്കാം, പക്ഷെ ശരീരത്തിന്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കൃപയാണെന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കത്തിന് ലോങ് വിഷയമാണ്. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല താനും നമ്മൾ ചിന്തിച്ചു. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. So we, being many, are one body in Christ and individually members of one another. ഇത് ശരിക്ക് ഒന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ വിശ്വസിച്ചത് എന്തിനാണെന്ന് മനസ്സിലാകും. എൻ്റെ ഉത്തരവാദിത്വ ബോധം മനസ്സിലാകും. ഞാൻ ക്രിസ്തുവിൽ വസിക്കേണ്ട ആവശ്യകത മനസ്സിലാകും. ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കേണ്ട ആവശ്യകത മനസ്സിലാകും. എന്നിൽ കൂടെ സേറ്റാൻ അനന്യാസും സഫീറയിൽ കൂടെ കടന്നതുപോലെ ഏതെങ്കിലും വ്യാജമാർഗത്തിൽ എന്നിൽ കൂടെ കടന്ന് ക്രിസ്തുവിന്റെ ശരീരമാണ് സഭയെ ഡിഫൈൽ ആക്കുന്നുണ്ടോ, ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ടോ, ഛിന്ന ഭിന്നമാക്കുന്നുണ്ടോ, മറ്റുള്ളവരുടെ വിശ്വാസത്തെ കെടുത്തി കളയുന്നുണ്ടോ? കർത്തൃമേശ ഞങ്ങൾ എടുക്കുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം നിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയാണ്. ഈ അപ്പം ഒന്നായിരിക്കുന്ന പോലെ ഇതൊന്ന് ഭക്ഷിക്കുന്നത് ഞങ്ങളെല്ലാവരും ഒന്നാണെന്ന് പാസ്റ്റർ അല്ല പറയുന്നത്, എല്ലാവരും കൂടെ ചെയ്യുന്നു പറയുന്നത്. അതുകൊണ്ടാണ് ഫസ്റ്റ് കൊരിന്ത്യർ 6 പോൾ പറഞ്ഞത്, ഒരുവൻ ഈ ശരീരത്തിൽ ഒരു മെമ്പർ പോയിട്ട് വേശ്യയുടെ കൂടെ ശയിച്ചിട്ട് കടന്നു വന്ന് പറയാണ് ഈ അപ്പം ഒന്നായിരിക്കുന്ന പോലെ ഞങ്ങളെല്ലാവരും ഒന്നാണെന്ന് പറഞ്ഞ നല്ല കുടുംബത്തിൽ ജനിച്ച് നല്ല ഭാര്യ ഭർത്തൃ ബന്ധം ജപിക്കുന്ന ചിലപ്പോൾ സഹോദരിമാരെ അടുത്ത പ്രാവശ്യം വേറെ പുരുഷനെ തേടിപ്പോവും, അല്ലെങ്കിൽ പുരുഷന്മാർ വേറെ ഭാര്യയെ തേടിപ്പോവും.
അവരൊരു വായ കൊണ്ട് പറയാ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞോളൂ. അവനവനെ സൂക്ഷിക്കേണ്ട. അപ്പോൾ അത് മോറൽ കാര്യമാണ് അവിടെ. അതേപോലെ തന്നെയാണ് ഉപദേശത്തിലും ആരാധനയിലും എല്ലാ കാര്യത്തിലും. ഇതൊന്ന് ശരിക്കും മനസ്സിലാക്കിയെടുത്താൽ മാത്രം വ്യക്തിപരമായ എൻ്റെ ഉത്തരവാദിത്വം എന്താണ്, ഞാൻ ക്രിസ്തുവിലാണോ വസിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ ലോകത്തിലാണോ? സേറ്റാൻ സഫീറയും അനന്യാസിനെ പോലെ മറ്റേതെങ്കിലും സോഴ്സിൽ കൂടെ എൻ്റെ അകത്ത് കടന്ന് ക്രിസ്തുവിൻ്റെ ബോഡിയെ ഡിഫൈൽ ആക്കുന്നുണ്ടോ? കോടി കോടി വർഷങ്ങൾ കാത്തിരുന്നു കൊണ്ട് തൻ്റെ പുത്രൻ ആദരിക്കാതെ നൽകി, അമ്മ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് അത്യുച്ചത്തിൽ നിലവിളിക്കത്തക്കവണ്ണം പാതാളത്തിൽ കണ്ട പ്രാണനും ആത്മാവും വെന്തെരിഞ്ഞുകൊണ്ട് നേടിത്തന്ന രക്ഷ, അത് മുഖാന്തരം ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് താൻ ചെയ്ത പ്രവൃത്തി താൻ അരളിച്ചത് നിവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശരീരത്തിന് എഗൻസ്റ്റ് ആയിട്ടാണോ ഞാൻ പ്രവർത്തിക്കുന്നത്? ക്രിസ്തുവിൻ്റെ ടൂളായിരുന്നു ഞാൻ, ഇന്ന് സേറ്റാൻ്റെ ടൂളായി പോയിട്ടുണ്ടോ? ചെറിയൊരു ഡിസിഷനിലാണ് അനന്യാസും സഫീറയും മാറിപ്പോയത്. സ്തോത്രം. അപ്പോൾ ആ ബോഡിയുടെ മെയിൻ്റനൻസ് എങ്ങനെയാണെന്ന് ഇപ്പോൾ നമ്മൾ പലരും കേൾക്കുന്നവർ, ഇപ്പോൾ ഇതിനകത്ത് ലൈവായി കേൾക്കുന്നവർ അധികം പേരില്ല. മറ്റു പലരും ഞങ്ങളുടെ ഫിസിക്കലായിരിക്കുന്ന ചർച്ചയെ കുറിച്ചല്ല പറയുന്നത്. ഇന്ന് ഫിസിക്കലായിരിക്കുന്ന ഒരു ചർച്ചും ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭയല്ല. ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ. ഇപ്പോൾ ഇൻവിസിബിൾ ആണ്. കർത്താവിൻ്റെ കാഹളനാദം കേൾക്കുമ്പോഴാണ് അതൊരു ശരീരമായിട്ട് രൂപാന്തരപ്പെടുന്നത്, അല്ലെങ്കിൽ മന്ദിരമായിട്ട് രൂപാന്തരപ്പെടുന്നത്. അതുവരെയും പണി നടന്നുകൊണ്ടിരിക്കുമോ? അനേക കല്ലുകളുടെ പണി കഴിഞ്ഞു, അതെല്ലാം വിശ്രമത്തിലുണ്ട്. കാഹളനാദം കേൾക്കുമ്പോൾ ക്ഷണത്തില് മരിച്ചവർ ക്ഷണത്ത് ഉത്തരവ് ഉയർത്തെഴുന്നേൽക്കും. ജീവിച്ചിരിക്കുന്നവരായി നാം കണ്ണിമയ്ക്കുന്നതിനിടയിൽ രൂപാന്തരം പ്രാപിച്ച് ഒരു ശരീരമായിട്ട് വെളിപ്പെടുന്നത്. അതൊക്കെ വേറെ സബ്ജക്റ്റാ. എന്നിട്ട് പറയാണ്, ഈ ചിന്തിക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങളും നിനക്ക് അളന്ന് തന്നിരിക്കുന്ന, നിന്റെ ശരീരത്തിൽ ഒരു അവയവമാക്കി വെച്ചുകൊണ്ട് നിന്റെ കയ്യില് ഉത്തരവാദിത്വ ബോധത്തോടു കൂടെ ഏൽപ്പിച്ച് തന്നിരിക്കുന്ന ഏതൊരു വിഷയമാണെങ്കിലും അത് നിനക്ക് വേണ്ടിയുള്ളതല്ല, മറ്റ് അവയവങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടെ അതിനെ പരിപാലിക്കേണ്ട, അതിനെ വിശുദ്ധിയോടുകൂടെ നിർത്തേണ്ട, ദൈവമായിട്ടുള്ള ബന്ധത്തെ പരിപാലിക്കേണ്ട, ശരീരമാകുന്ന ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയോട് ചേർന്ന് നിൽക്കേണ്ട ആവശ്യകത, ഇതെല്ലാം ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ ഞാൻ എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നത്, ഞാൻ വിശ്വസ്തൻ എന്ന് എണ്ണിക്കൊണ്ടാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു നാൾ തിരിച്ചെന്നോട് ചോദിക്കും, നിന്റെ കയ്യിൽ ഏൽപ്പിച്ച താലന്ത് എവിടെ? നീ ഇതുകൊണ്ട് എന്ത് ശുശ്രൂഷ ചെയ്തു? കുഴിച്ചിട്ടോ? എന്നിട്ട് പറയാണ്, ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം, ഇറ്റ്സ് എ ഗിഫ്റ്റ്. ഞാൻ നേടിയതല്ല, എന്നെ വിശ്വസ്തൻ എന്ന് കണ്ട് ഭരമേൽപ്പിച്ചിരിക്കുകയാണ്, എൻട്രസ്റ്റ് ചെയ്തിരിക്കുകയാണ്. തന്നവർ ഒരു നാൾ തിരിച്ചു ചോദിക്കും, നിന്നിൽ ഞാൻ ഉത്തരവാദിത്വ ബോധത്തോടെ ഭരമേൽപ്പിച്ചത് എവിടെ? അതിന്റെ ഇപ്പോഴത്തെ ക്വാളിറ്റി എവിടെ? തീർച്ചയായിട്ടും ഭരമേൽപ്പിച്ചു തിരിച്ചു ചോദിക്കും. ഒത്തവണ്ണം വെവ്വേറെ വരമുള്ളത് കൊണ്ട് ആദ്യമായിട്ട് പറയുന്നത് പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം. ഇത് ആദ്യമായിട്ട് എടുക്കുന്ന സബ്ജക്റ്റ്. പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം. അപ്പൊ മൂന്ന് കാര്യം. കാര്യമുണ്ട്. ഒന്ന് കൃപയ്ക്ക് ഒത്തവണ്ണം. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കൃപ എന്താണ്? എൻ്റെ കഴിവല്ല, ഞാൻ വിശ്വസ്തനെന്ന് എണ്ണി എന്നെ കയ്യിൽ ഒന്ന് തന്നാൽ എൻ്റെ ഗുണത്തിന് വേണ്ടിയല്ല, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ എഡിഫിക്കേഷന് വേണ്ടി, അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി വിശ്വസ്തയോടെ കൂടെ ഞാൻ വ്യാപാരം ചെയ്യും, ഞാൻ ഡിസ്പെൻസ് ചെയ്യും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരവാദിത്വ ബോധത്തോടു കൂടെ എന്നെ ഭരമേൽപ്പിച്ചിരുന്നൊരു കാര്യമാണ് കൃപ. ഞാൻ നേടിയതല്ല, ഞാൻ പ്രാർത്ഥിച്ച് കിട്ടിയതല്ല, ഒരാളുടെ കൈവെപ്പോണ്ട് കിട്ടിയതല്ല. എന്നാ വചനം പറയാം, എൻ്റെ കൈവെപ്പിനാ നിന്നിലുള്ള എന്നൊക്കെ പറഞ്ഞ് വചനം കൊണ്ടുവരാം. പക്ഷെ ആരാ അതിന്റെ ബാക്കിൽ പ്രവർത്തിച്ചത്? സ്തോത്രം. ഇതെല്ലാം വളരെ സൂക്ഷ്മതയോടായിരിക്കണം. ഞാൻ പ്രാർത്ഥിച്ച് നേടി എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ എന്ന് പൊങ്ങിയാതോടെ തീർന്നു ലൂസിഫറകത്ത്. ആദ്യമായിട്ട് പറയുന്നത് സ്തോത്രം, പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തുവേണം. അപ്പോൾ പ്രവചനം എന്താണെന്ന് ആദ്യം പഠിക്കണം.
എന്താണ് പ്രവചനം? ഞാൻ ആംപ്ലിഫൈഡ് ബൈബിളിൽ നിന്ന് 1 Corinthians chapter 14 verse 1 ഒന്ന് വായിക്കുകയാണ്. ആംപ്ലിഫൈഡ് ബൈബിളിൽ നിന്ന്. ആമേൻ. 1 Corinthians 14 1 വാക്യം വായിക്കുകയാണ്. Eagerly pursue and seek to acquire this love, make it your aim, your great quest, and earnestly desire and cultivate the spiritual endowments, that is the gifts, especially that you may prophesy. Prophecyയുടെ മീനിങ് കൊടുത്തിരിക്കുകയാണ്. Interpret the divine will and purpose in inspired preaching and teaching. ഇതാണ് പ്രൊഫസി എന്ന് പറഞ്ഞാൽ. ദൈവത്തിന്റെ ഹിതത്തെ അല്ലെങ്കിൽ ദ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡിനെ ഉപദേശങ്ങളിൽ കൂടെയും പഠിപ്പിക്കലിൽ കൂടെയും വെളിപ്പെടുത്തി കൊടുക്കുക. സ്തോത്രം. ഇത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നാളെ നിങ്ങൾ ഒരു പ്രവാചകന്റെ അടുത്ത് ഓടിപ്പോവുകയില്ല. അല്ലെങ്കിൽ പോയ ഏതെങ്കിലും പ്രവാചകന്മാർ നിങ്ങളുടെ തലക്കകത്ത് വിഷം കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വലിച്ചെറിഞ്ഞു കളയും. ഞാനിതൊക്കെ കുറെ അനുഭവിച്ചതാ. ഇവിടുന്ന് കേരളത്തിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് കയറുമ്പോൾ പ്രവാചകന്മാരായി തീർന്ന പ്രവാചകന്മാർ ഞങ്ങൾ കുറെ കണ്ടിട്ടുണ്ട്. അയ്യോ, പരിശുദ്ധാത്മാവിനെതിരായിട്ട് ദൂഷണം പറയരുത്. നല്ല ഹൃദയത്തോടുകൂടെ ദൈവ ഭയമുള്ള ദൈവത്തിന് വിശ്വസിച്ച വിശ്വാസികളെ പോക്കറ്റ് അടിച്ചുകൊണ്ട് ജീവിക്കുന്ന കള്ളന്മാർ. പ്രവചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഹിതത്തെ, പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡിനെ ഉപദേശങ്ങളിൽ കൂടെ പഠിപ്പിക്കലിൽ കൂടെയും അല്ലെങ്കിൽ പ്രസംഗത്തിൽ പഠിപ്പിക്കലിൽ കൂടെയും വെളിപ്പെടുത്തി കൊടുക്കുക. ഇതാണ് പ്രവചനം. അതെങ്ങനെ? വിശ്വാസത്തിനൊത്ത വേണം. അവിടെ വിശ്വാസം എന്ന വാക്കില് ആരുടെ വിശ്വാസം? ആരിലുള്ള വിശ്വാസം? വിശ്വാസം എന്ന ക്രിസ്തുവിലുള്ള ആശ്രയത്തിനൊത്ത വേണം. നിനക്ക് തോന്നുന്നത് പോലെയല്ല. ക്രിസ്തുവിൽ, നിങ്ങൾ ബൈബിളിന്റെ ക്രീം എന്ന് പറഞ്ഞാൽ ഒരുവനെ ക്രിസ്തു എന്ന തലയോളം വളർത്തിയെടുക്കുക, പുത്രനോട് അനുരൂപരാക്കി തീർക്കുക, ദൈവത്തിന്റെ സകല നിറവോളം നിറഞ്ഞു വരിക. ഈ ഒരു ലക്ഷ്യത്തിലാണ് നിന്റെ പ്രവൃത്തിയെങ്കിൽ നിന്റെ പ്രവചനം ഉപദേശത്തിൽ കൂടെയും പ്രസംഗങ്ങളിൽ കൂടെയും ദൈവത്തിന്റെ ഹിതത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്നതായിരിക്കും. നിന്നെ ഭൗതികമായ വിഷയങ്ങളിലേക്ക് വശീകരിച്ച് ഈ ലോകത്തോട് നിരപ്പിക്കുന്നതല്ല. ഈ ലോകത്തിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് നിന്നെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി ക്രിസ്തുവിനോട് കൂടെ പാളയത്തിന് പുറത്താണ് കൊണ്ടുപോകുന്നത്. ഇന്ന് പ്രവചനം പറഞ്ഞുകൊണ്ട് പാളയത്തിന് പുറത്ത് ക്രിസ്തുവിനോട് കൂടെ കഷ്ടം സഹിക്കുന്നവരെ വലിച്ചുകൊണ്ട് പാളയത്തിനകത്ത് കൊണ്ടിട്ട് ലോകസുഖങ്ങളിൽ, ലോകമോഹങ്ങളിലേക്കും ലോക ഇമ്പങ്ങളിലേക്കും ആഡംബരങ്ങളിലേക്കും നിന്റെ പാണയിലുള്ളതായിട്ടുള്ള ഫ്ലഷിനെ സ്റ്റിമുലേറ്റ് ചെയ്തൊക്കെ വേണം, അതിനെ കാറ്ററിങ് ചെയ്തൊക്കെ വേണം. നിന്റെ ജഡത്തിലെ മോഹങ്ങളെ ജനിപ്പിച്ച് നിന്നെ സേറ്റാൻ അടിമയാക്കി എടുക്കുകയാണ്. കറുത്ത പുസ്തകം മേടിച്ചുകൊണ്ട് തന്നെ, സത്യവേദം പുസ്തകം മേടിച്ചുകൊണ്ട് തന്നെ, യേശുവിനെ പ്രസംഗിച്ചുകൊണ്ട് തന്നെ നിന്നിലുള്ള മനുഷ്യാത്മാവിനെ കുണ്ടാലിനെ ഇങ്ങനെ പുറകിക്കോടെ വന്ന് ഈ നെറ്റിയിലോ അല്ലെങ്കിൽ നെറുകയുടെ ഭാഗത്ത് വരുമ്പോൾ നിന്റെ തലയിൽ കൈവച്ചോ, നിന്നെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിച്ചോ, കൈപ്പൊക്കിച്ചോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് കേറുന്നത് ദൈവത്തിന്റെ ആത്മാവല്ല, ശിവന്റെ ആത്മാവായിരിക്കും. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം ശിവന്റെ ആത്മാവല്ല അന്യഭാഷ പറയുന്നത്. ഞാൻ മുഖാന്തര വിശ്വാസത്തിലേക്ക് വന്നിട്ടുള്ളവര്, ഞാൻ ഇതെല്ലാം വളരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഈ പറയുന്നത്. നല്ല ഹൃദയത്തോടും കൂടെ, ദൈവത്തോടുള്ള ഭക്തിയോടും ഭയത്തോടും കൂടെ, സ്നേഹത്തോടും കൂടെ വിശ്വാസത്തിലേക്ക് സ്റ്റെപ്പ് വെച്ചവരെ കള്ളം പറഞ്ഞുകൊണ്ട് ലോകത്തിലേക്ക് നിരപ്പിച്ച് ഭൗതിക ആഗ്രഹങ്ങൾ ജനിപ്പിച്ച് നിങ്ങളുടെ ഭൗതികമായ ഡിസയേഴ്സ് അല്ലെങ്കിൽ നിന്റെ ഫ്ലഷിലുള്ള ഡിസയേഴ്സിനെ ക്രൂസിഫൈ ചെയ്ത് ക്രിസ്തുവിൽ ദിനംപ്രതി കൃപയിലുള്ള വളർച്ചയാണ് നിന്ന് ആഗ്രഹിക്കുന്നത്. അതിനാസ്പദമായ അനേക വചനങ്ങൾ നമ്മൾ മുമ്പ് ചിന്തിച്ചു കഴിഞ്ഞു. വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം, ഇന്ദ്രിയജയത്തോട് ഭക്തി, ഭക്തിയോട് സ്ഥിരത, സ്ഥിരതയോട് സഹോദരപ്രീതി, സഹോദരപ്രീതിയോട് സ്നേഹം. ഇവ ഉണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ വിശ്വാസത്തിന്റെ ആരംഭം തന്നെ കെടുത്തിക്കളയാണ്. പിന്നെ എവിടെ വിശ്വാസത്തോട് വീര്യം വരുന്നത്? വീര്യം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ എനർജി.
നീ വിശ്വസിക്കുന്ന മുഖാന്തരം ക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തി നിന്നിൽ കൂടെ വെളിപ്പെടുന്നില്ലെങ്കിൽ നീ വിശ്വസിച്ച വിശ്വാസം ശരിയല്ല. ഞാൻ സെക്കൻഡ് പീറ്റർ 2 പത്രോസ് 1 അധ്യായത്തിന്റെ 3 ഒടുങ്ങിയ വാക്യങ്ങളാണ് പറഞ്ഞത്. വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം. നിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ നിന്നുള്ള വിശ്വാസം ക്രിസ്തുവിനുള്ള ആശ്രയത്തിൽ നിന്നെ വ്യതിചലിപ്പിച്ചുകൊണ്ട് ലോകത്തിലേക്ക് ആശ്രയിപ്പിച്ച് നിന്നുള്ള എനർജി വെളിപ്പെടുന്ന ക്രിസ്ത്യൻ എനർജി അല്ല, ക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തിയല്ല നിന്റെ കൂടെ വെളിപ്പെടുന്നത്. കാരണം നിന്റെ വിശ്വാസം ക്രിസ്തുവിനല്ല, നിന്റെ ആശ്രയം ക്രിസ്തുവിനല്ല. നിന്നെ ക്രിസ്തുവിൽ നിന്ന് മാറ്റി ഈ ലോകത്തിന്റെ ദൈവമായിരിക്കുന്നവർ അല്ലെങ്കിൽ അത്ര വ്യാജങ്ങളിൽ പെട്ടിരിക്കുന്ന സേറ്റാനി ശുശ്രൂഷകാരും കൂടെ നിന്നെ ലോകത്തോട് നിരപ്പിച്ചു. സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ലോകത്തെ സുവിശേഷത്താൽ ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നിരപ്പിക്കാനുള്ള ശുശ്രൂഷ. അപ്പൊ നിനക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം. ഇനി വിശ്വാസത്തിന് ഒത്തവണ്ണം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് അതിന്റെ 2 കൊരിന്ത്യൻസ് 4 അധ്യായത്തിന്റെ 13 വാക്യം ഞാൻ മലയാളത്തിൽ വായിക്കുകയാണ്. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എവിടെ എഴുതിയിട്ടുണ്ട്? നമുക്ക് വായിക്കാം. 116 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുകയാണ്. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ മലയാളം ബൈബിളിലോ ഇംഗ്ലീഷ് ബൈബിളിലോ ഈ വാക്യങ്ങൾ നോട്ട് ചെയ്ത് പിന്നീട് വായിക്കണം. 2 കൊരിന്ത്യൻസ് 4:13 പോള് പറയാണ്, ഞാൻ പ്രസംഗിക്കുന്ന വിശ്വാസം അല്ലെങ്കിൽ പോളിനെ ഡിസ്പെൻസ് ചെയ്യുമ്പോൾ ദൈവം ഭരമേൽപ്പിച്ചിരുന്ന സുവിശേഷം, ആ സുവിശേഷം ഡിസ്പെൻസ് ചെയ്യുന്നതിന് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിന് പോള് പറയാണ്, ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. സങ്കീർത്തനം 116 സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കും ഉള്ളതിനാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. അപ്പൊ 116 സങ്കീർത്തനം നമുക്കൊന്നെടുത്ത് വായിച്ചു നോക്കാം. 116 സങ്കീർത്തനം 10 വാക്യമാണ്. അതിനു മുമ്പ് തന്നെ 116 സങ്കീർത്തനം നമുക്കൊന്നെടുത്ത് വായിച്ചു നോക്കാം. അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നതായിട്ടുള്ള വിശ്വാസം എന്താണെന്ന് നിങ്ങൾ എടുത്തോളൂ. Psalm 116 പെട്ടെന്ന് വായിച്ചു വേണം. യഹോവ എന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടത് കൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തന്റെ ചെവി എങ്കിലേക്ക് ചായച്ചത് കൊണ്ട് ഞാൻ ജീവകാലമൊക്കെ അവനെ വിളിച്ചപേക്ഷിക്കും. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. ഇതേ കാര്യം വേറൊരു സങ്കീർത്തനത്തിന് ദാവീദ് പറയുന്നുണ്ട്. സങ്കീർത്തനം 18 സങ്കീർത്തനം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഈ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്ന വിശ്വാസം എന്താണെന്ന്. സ്തുതിനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കും, എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. Psalm 18:3 ആണ് വായിച്ചത്. 4 വായിക്കുകയാണ്. മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിന്റെ കെണികളും എന്നെ തുടർന്ന് പിടിച്ചു. സങ്കീർത്തനത്തിലെ ദാവീദ് വരുവാനുള്ള മെസ്സിയായ്ക്ക് അനുഭവിക്കാൻ പോകുന്ന പ്രാണവേദന, അവൻ ക്രൂശിൽ അവന്റെ ശരീരം കിടക്കുമ്പോൾ അവന്റെ പ്രാണനും ആത്മാവും മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ പാപം അറിയാത്തത് നാം അവനെ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമാക്കി എന്ന് പറയുമ്പോൾ മരണപാശങ്ങൾക്ക് അവന്റെ സോളയിൽ അധികാരം കിട്ടുകയും പാതാള പാശങ്ങളും മരണപാശങ്ങളും അവന്റെ പാതാളത്തിലേക്ക് ദുഷ്ടന്മാർ പോകുന്ന പാതാളത്തിലേക്ക് കൊണ്ടുപോയി ആ മരണവേദന അനുഭവിക്കുന്ന സമയത്ത് പറയുന്ന കാര്യമാണ്. അതേ അനുഭവം തന്റെ പ്രാണനിലും ആത്മാവിലും അനുഭവിച്ച് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ദാവീദ് പറയുന്നത്. മരണപാശകൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിന്റെ കെണികൾ എന്നെ തുടർന്ന് പിടിച്ചു. എന്റെ കഷ്ടത ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ എന്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി. ഇതേ കാര്യമാണ് 116 സങ്കീർത്തനത്തിലും 3 വാക്യം തുടങ്ങി ദാവീദ് പറയുന്നത്. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദന എന്നെ പിടിച്ചു, ഞാൻ കഷ്ടം സങ്കടവും അനുഭവിച്ചു.
അയ്യോ യഹോവ എന്റെ പ്രാണൻ രക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. യഹോവ കൃപയും നീതിയുള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു. ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കണ്ണുനീരിൽ നിന്നും എന്റെ കാലിലെ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ജീവനുള്ള ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും. ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. I believed, therefore I have spoken. ഈ വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് പോൾ പറയുന്നത്, അതേ വിശ്വാസത്തിന്റെ ആത്മാവ് ഞങ്ങൾക്കും ഉള്ളതിനാൽ ഞങ്ങൾ പ്രസംഗിക്കുന്നു. ഞങ്ങൾക്ക് ഇതിന്റെ ആഴം മനസ്സിലാകുന്നുണ്ടോ? പ്രവചനത്തിനോട് താരതമ്യപ്പെടുത്തി പോൾ പറയാണ്, പ്രവചനമെങ്കിൽ വിശ്വാസത്താൽ. സംഗീതക്കാരൻ പ്രവചിക്കുന്ന പ്രവചനം എന്താണ്? വരുവാനുള്ള മെസ്സിഹയുടെ സോള്, മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി അവരുടെ ശരീരം ക്രൂശിൽ കിടക്കുമ്പോൾ അവന്റെ പ്രാണനും ആത്മാവും പാതാളത്തിൽ പോയി കഷ്ടം അനുഭവിക്കും. അവിടെ നിന്നും തന്റെ പ്രാർത്ഥന കേട്ടുകൊണ്ട് യഹോവയായ ദൈവം അവനെ ഉദ്ധരിക്കും. മരണപാശങ്ങൾ അഴിച്ച് അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് തന്റെ പ്രാണനിൽ അനുഭവിച്ചുകൊണ്ട് ദാവീദ് എഴുതുകയാണ്. ഇതേ വിശ്വാസമുള്ളവനോട് പറയുന്നത് ഈ പ്രവചിക്കാൻ. നിനക്ക് ഈ വിശ്വാസം ഇല്ലെങ്കിൽ മിണ്ടരുത്. ഇതിനെ പ്രവചിക്കുന്ന കേരളത്തിന്റെ തിരുവനന്തപുരം തുടങ്ങി കാസർഗോഡ് വരെ പ്രസംഗിക്കുന്ന വലിയ മാന്യന്മാരായ ശ്രേഷ്ഠന്മാർ പറയുന്ന ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല. എന്റെ കർത്താവിന്റെ പ്രാണനും ആത്മാവും പാതാളത്തിൽ പോകുന്നില്ല. അവരൊക്കെ പ്രസംഗിക്കുന്നത് ക്രിസ്തുവിനെ അല്ല, പേരും പ്രശസ്തിയുമുള്ളവരാ. നിങ്ങൾ യൂട്യൂബിലെ കാണുമ്പോൾ കയറി അങ്ങ് പിടിക്കും. പക്ഷെ പോകുന്നത് നിങ്ങളുടെ പ്രാണനും ആത്മാവുമായിരിക്കും. പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം. പ്രവചനം എന്താ? To expose the divine will through preaching and inspired preaching and teaching. അവരെ ഇൻസ്പയർ ചെയ്യുന്ന ദൈവത്തിന്റെ ആത്മാവല്ല, ഈ ലോകത്തിലേക്ക് ധരിപ്പിക്കുന്ന. പോൾ പറയുകയാണ്, അതേ വിശ്വാസത്തിന്റെ ആത്മാവ് ഞങ്ങൾക്കും ഉള്ളത് കൊണ്ട്, അതേ വിശ്വാസം ഞങ്ങൾക്കും ഉള്ളത് കൊണ്ട് ഞങ്ങൾ പ്രസംഗിക്കുന്നു. പ്രവചനത്തെ കുറിച്ച് പറയുകയാണ്, പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം. നിങ്ങൾക്ക് ഏതെങ്കിലും കുറച്ച് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ഏറ്റെടുക്കുന്ന ശുശ്രൂഷ ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾക്ക് പറയാം, എന്റെ സോളിന് വിലയുണ്ട്. നീ കൊടുത്ത് നിന്റെ പുത്രനെയാണ്. നിസാരമായി വില കൊടുത്തിട്ടല്ല രക്ഷിച്ചത്. ഞാൻ ചീഞ്ഞളിഞ്ഞതാണ്. ഞാൻ പാപത്തിന്റെ ചേറ്റിൽ കിടന്നായിരുന്നു. എന്നിട്ട് പോലും നിന്റെ പുത്രനെ നൽകി നീ വീണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കള്ളന്മാരുടെ കൂട്ടത്തിൽ പെട്ടുപോകേണ്ടവനല്ല. അവരോടൊക്കെ ചേർന്ന് ആമേ പറയേണ്ട ആവശ്യമില്ല. കള്ളനെ കള്ളൻ എന്ന് തന്നെ പറയണം, നീതിമാനൻ നീതിമാനെന്ന് തന്നെ പറയണം. ദൈവം ശിക്ഷ വിധിക്കുന്നില്ല. ഇവർ അനേക ഉപായങ്ങൾ ഉപയോഗിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ദുഃഖിക്കും വരുത്. കള്ളം പറയുന്നതിന്റെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവല്ല. I believed, therefore I have spoken. അത് തന്നെയാണ് പോൾ അവിടെ പറയുന്നത്. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കും ഉള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. അപ്പൊ പ്രവചനമെങ്കിൽ 116 സങ്കീർത്തനത്തിലും 18 സങ്കീർത്തനത്തിലും വരുവാനുള്ള മെസ്സിഹയുടെ കഷ്ടതയെ സ്വന്തം പ്രാണനും ആത്മാവിലും അനുഭവിച്ചുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, മരണപാശകളെ ചുറ്റി, അഗാധ പ്രവാഹങ്ങളെ പ്രേമിപ്പിച്ചു, പാതാള പാശകളെ തുടർന്ന് പിടിച്ചു, എന്റെ കഷ്ടതയെ യഹോവ വിളിച്ചപേക്ഷിച്ചു. ഇത് ഞാൻ വളരെ പ്രാവശ്യം അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത്, വെറുതെ പറയുന്നല്ല. ഇതും എന്റെ വ്യക്തിപരമായ സോളിൽ ഞാൻ അനുഭവിച്ചു ഒന്നല്ല, പല പ്രാവശ്യങ്ങൾ അനുഭവിച്ച് മരണത്തിൽ ജയിച്ചുകൊണ്ടാണ് പറയുന്നത്. മരണം എന്നിന്റെ ജയം എവിടെ? പാതാളം എന്നിന്റെ ജയം എവിടെ? മരണത്തെ ജയിച്ചവനാണ് വിശ്വസിക്കുന്നത്. ഇത് നമുക്ക് ഓരോരുത്തർ പറയാം. ഇതിന് ഈ വിശ്വാസം, ഇതാണ് പറഞ്ഞത്, പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്ത വേണം. നാളെ തുടങ്ങി ഇത് ശബ്ദം കേട്ടു തുടങ്ങി പഴയ കള്ളപ്രവചനങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തലയ്ക്കകത്തോ ഹൃദയത്തിലോ അല്ലെങ്കിൽ ഓഡിയോ റെക്കോർഡിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വലിച്ചെറിഞ്ഞ് കളയുക. നിന്റെ ഉള്ളിലിരിക്കുന്ന ഏറ്റവും വലിയ പ്രവാചകനായി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ തിരിച്ചറിയുക, അവനുമായിട്ട് വ്യക്തിപരം ബന്ധം സ്ഥാപിക്കുക. കർത്താവെ, കഴിഞ്ഞ കാലങ്ങളിൽ കള്ളങ്ങൾ ഞാൻ വിട്ടുപോയി. ഞാനിതൊക്കെ അനേക പ്രാവശ്യം പെട്ടുപോയിട്ടുള്ളതാ. മന്തിലി മുഴുവൻ സാലറി ഇവന്മാരുടെ കാൽക്കേ വെച്ചിട്ടുണ്ട്, പട്ടിണി കിടന്നിട്ട്. പിന്നീട്
രണ്ട് വശവും അനുഭവിച്ചിട്ടാണ് പറയുന്നത്. നിന്നെ എന്തിനാ തന്നിരിക്കുന്നത്? നിന്റെ കയ്യിൽ പ്രവചന ശുശ്രൂഷ അല്ലെങ്കിൽ നിന്റെ കയ്യിൽ ഒരു ശുശ്രൂഷ തന്നിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്യുവാനാണ്, വിശ്വാസത്തിന് ഒത്തവണ്ണം. പോള് പറയുന്നത് പ്രവചന പുസ്തകത്തിൽ അല്ലെങ്കിൽ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ സ്തോത്രം, ഞങ്ങൾക്കും അതേ വിശ്വാസത്തിൻ്റെ ആത്മാവ് ഉള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നു. പ്രവാചകൻ നിന്റെ അടുത്ത് വന്ന് പറയുകയാണെങ്കിൽ നിന്നിൽ വിശ്വാസം ഏതാണ്? നീ ആരെ വിശ്വസിച്ചിരിക്കുന്നത്? നിന്റെ അടിസ്ഥാന വിശ്വാസം എന്താണ്? ചർച്ചിനകത്തൊക്കെ കയറി ഇറങ്ങിയല്ലോ പ്രവാചകന്മാര്, വീട് തോറും കയറി ഇറങ്ങിയാണ് വാലല്ല തലയാക്കുക വേണ്ടി. മനുഷ്യന്റെ സോളിന് അനേകം ഡിസയേഴ്സ് ഉണ്ട്. ഇതൊന്ന് ഇളക്കാൻ വളരെ എളുപ്പമാണ്. സത്യവേദ പുസ്തകം പിടിച്ചുകൊണ്ട് മീശം പഠിച്ച് കറുത്ത പാൻറ് വെള്ള ഷർട്ടും ഇട്ട് അല്ലെങ്കിൽ അച്ഛന്മാരുടെ ഉടുപ്പും ഇട്ട് കൊണ്ടുവന്ന ഇന്നിപ്പോൾ എല്ലാവരും കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. എല്ലാവരുടെ കയ്യിലുണ്ട് ഈ മന്ത്രം. നല്ല മുള്ളുവടി എടുത്ത്, മുരിക്കിൻ്റെ വടി, മുരിക്കെന്ന് പറഞ്ഞാൽ അറിയാലോ, എടുത്ത് നല്ല പുറമടിക്ക് നല്ല 4 എണ്ണം കൊടുക്കണം. അപ്പം അവൻ്റെ വിശ്വാസം തെളിയും. അയ്യോ ദൈവദാസന്മാരല്ലയോ, ഇത് അനേക കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കരുത്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നതാ, നിന്നിൽ ലഭിച്ചത്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിനക്ക് ലഭിച്ച സൗജന്യ നീതീകരണത്തിൻ്റെ റിഫ്ലക്ഷൻ ചർച്ചിനകത്ത് വരേണ്ട കാര്യമാണ് പറയുന്നത്. പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്ത് വേണം. പ്രവചനം എന്ന് പറഞ്ഞാൽ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഡിവൈൻ വിൽ ത്രൂ ദ ഇൻസ്പയർഡ് പ്രീച്ചിങ് ആൻഡ് ടീച്ചിങ്. ഇതാണ് പ്രവചനം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നടത്തുന്ന പ്രവചനമാണ്. ദൈവത്തിൻ്റെ ഹിതം നിന്നെ വാലല തലയാക്കുക. നിന്റെ അമേരിക്കയിൽ വിസ കിട്ടുന്നതോ, നിനക്ക് കുഞ്ഞുണ്ടാകാൻ പോകുന്ന കാര്യം ആണാകോ പെണ്ണാകുമോ, ഇത് പ്രവചിക്കുന്ന നല്ല കാര്യം. ഒരൊറ്റ വാക്യത്തിൽ തുടങ്ങിയിട്ടുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത്, വിചാരങ്ങൾ നിന്റെ ശരീരത്തോട് മുഴുവൻ കൂട്ടുവാനോ കുറയ്ക്കുവാനോ നിനക്ക് സാധ്യമല്ല. നിനക്ക് എന്താ വേണ്ടേ? വസ്ത്രം, പാർപ്പിടം, ആഹാരം. നിന്റെ സ്വർഗസ്നായ പിതാവ് നീ യാചിക്കുന്നതിന് മുമ്പേ നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. അതിനകത്ത് എല്ലാ പ്രവചനങ്ങളും, മെറ്റീരിയൽ കാര്യങ്ങളും, എല്ലാ പ്രവചനങ്ങളും അടങ്ങി, സകലതും അടങ്ങി. ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ദാനമായി തന്നിരിക്കുന്നത് പറഞ്ഞുകൊണ്ടാണ് 2 പീറ്ററിൽ വിശ്വാസത്തെ ക്രിസ്ത്യൻ എനർജി, വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം, ഇന്ദ്രിയത്തോട് ഭക്തി, ഭക്തിയോട് സ്ഥിരത, സ്ഥിരതയോട് സഹോദരപ്രീതി, സഹോദരപ്രീതിയോട് സ്നേഹം, ഇവ ഉണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നീ ക്രിസ്തുവിൻ്റെ ട്രാക്കിലാണ്. നിന്റെ വിശ്വാസം ശരിയാ. നിന്റെ ക്രിസ്ത്യൻ എനർജി അല്ല, പുനരുദ്ധാന ശക്തിയല്ല നിന്നിൽ കൂടെ വെളിപ്പെടുന്നെങ്കിൽ നിന്റെ വിശ്വാസം ക്രിസ്തുവിലല്ല. നീ വിശ്വാസം ഒറിജിനല്ല. ബ്രേക്ക് ഇട്ട് ഉടച്ച് കളഞ്ഞോളൂ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കർത്താവ് താഴ്മയോടിരിക്കുക. കർത്താവേ, എന്നിൽ കൂടെ ക്രിസ്ത്യൻ എനർജി, നിന്റെ പുനരുദ്ധാന ശക്തി വെളിപ്പെടത്തക്കവണ്ണം എൻ്റെ വിശ്വാസത്തെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യണമേ. ഒന്ന് ഏൽപ്പിച്ച് കൊടുത്തു നോക്ക്. ഏൽപ്പിച്ച് ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല, ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾ സ്നേഹിക്കുന്ന പിതാവ് തൻ്റെ പുത്രനെ തീച്ചൂളിൽ വെന്തിരനെ ഏൽപ്പിച്ചു കൊടുത്തവൻ ആ യാഗപ്പെടുത്തിലേക്ക് നോക്കണം. കത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധാഗ്നി കൊണ്ട് കത്തിയിരിക്കുന്ന പുത്രനെയാണ് അവിടെ കാണുന്നത്. അത്ര സ്നേഹിക്കുന്ന പിതാവ് നിന്നെ തള്ളിക്കളയുന്നവനല്ല. ഇതിനെക്കുറിച്ച് എനിക്ക് അതേ വളരെയധികം ആഴങ്ങൾ പറയാനുണ്ട്. അത്രമാത്രം ക്രിസ്ത്യൻ ലോകത്തിന് വഷളായിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് പ്രവചനം എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ഫെയ്ത്ത്. പ്രവചിക്കുന്ന പ്രവാചകന്റെ വിശ്വാസമല്ല, ക്രിസ്ത്യൻ ഫെയ്ത്ത്. ഇതുവരെ നാം പഠിച്ചതായിട്ടുള്ള വിശ്വാസം, അതിൻ്റെ കാര്യമാണ് നേരത്തെ സങ്കീർത്തനത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ആ വിശ്വാസമുള്ളത് കൊണ്ട് എന്താ, ക്രിസ്തുവിന്റെ പ്രാണനും ആത്മാവും പാതാളത്തിൽ പോകും, അവർ മരിച്ചവിടെ ഉയർത്തെഴുന്നേൽപ്പിക്കും. സംഗീതക്കാരൻ അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത്. വെറുതെ ചൊല്ലിക്കൊടുത്തിട്ട് എഴുതി വെച്ചതല്ല. അതൊക്കെ മറ്റു ദൈവങ്ങളുടെ പുസ്തകങ്ങളാണ്, മറ്റു വേദഗ്രന്ഥങ്ങളുണ്ടല്ലോ, അതൊക്കെ ചൊല്ലിക്കൊടുത്ത് എഴുതിച്ചതാ. ഇത് അനുഭവിച്ചെഴുതുന്നതാ, അനുഭവിച്ചിട്ടാണ് പ്രസംഗിക്കുന്നത്. നിങ്ങളെ ഫൈൻ ട്യൂൺ ചെയ്യുക. ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ സ്ലിപ്പ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനോട് ചേർത്ത് നിർത്തുവാനാണ് കുറച്ച് മൂർച്ചയായിട്ട് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും മുറിവുണ്ടാവും, സാരമില്ല. ഇപ്പോൾ തന്നെ പറയുന്നത് പോലെ മാനസാന്തരത്തിനുള്ളവായെങ്കിൽ അത് അനുഗ്രഹമായി തീരും.
ദൈവമേ കർത്താവ് വചനങ്ങളെ നമ്മൾ ശക്തീകരിക്കട്ടെ. പ്രാർത്ഥിക്കാൻ പരിശുദ്ധമായ ദൈവമേ സ്വർഗീയ പിതാവേ തിരുനാമത്തെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു. വചനങ്ങൾ കർത്താവ് കേൾക്കുന്നവർക്ക് മുറിവുണ്ടായാലും വിധിക്കുവാനല്ല കർത്താവ്, നിന്നോടൊന്നായി ചേരുവാൻ, നിന്നിൽ വസിച്ചവരുടെ പ്രാണനും ആത്മാവും നിന്നിൽ വസിച്ച് നിന്നോടുകൂടെ ഒന്നായി നിത്യയിൽ കർത്താവ് നിന്നോടുകൂടെ ഒന്നായി തിരുവാൻ കർത്താവ് സഹായിച്ചാട്ടെ. നിന്റെ പുനരുദ്ധാന ശക്തി അവർ വെളിപ്പെടത്തൊക്കെ അവിടെ വിശ്വാസം കർത്താവ് പെർഫെക്റ്റ് ആവാൻ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.